പുരോഹിത പ്രമാണിമാർ നൽകി സന്യാസിമാർ അമ്പരന്ന് പോയി. ഒട്ടും താമസിച്ചില്ല, അവരെത്തി. ആരെന്നല്ലേ? ദൈവത്തിന്റെ താക്കോലുമാർ, അപ്പസ്തോലന്മാർ. അവരൊന്നായി ശബ്ദിച്ചു, ദരിദ്ര കുചേലൻ ഭഗവാൻ കൃഷ്ണന്റെ മുഖം തടിക്ക്. കൂടി കഴിയാത്ത കാര്യമാണ്. അതും അമ്പലമുറ്റത്തിങ്കിൽ വെച്ച്. ഇത് ദൈവനിഷേധാണ്. കമ്മ്യൂണിസം ഇന്നവരെ കേട്ടുകേൾവില്ലാത്തൊരു സംഭവം അത് നടന്നിരിക്കണം. കണ്ടുന്നവരുടെ കണ്ണുകൾ കത്തി. അറിഞ്ഞവർ അമ്പലപ്പെടുത്തി കൊടുക്കി. വെറും കയ്യോടെയല്ല, ചിലരുടെ കയ്യിൽ കല്ല്, മറ്റു ചിലരുടെ കയ്യിൽ കുറുവടി. നിഷേധിയായ നടത്തി ഒരു പാഠം പഠിപ്പിക്കണം. അവസാനിപ്പിക്കണം. സുഹൃത്തുക്കളെ, നിമിഷ നേരം കൊണ്ട് ആ അമ്പല പർവ്വതം സമുദ്രമായി. കാണികൾ ഒന്നടങ്കം കുചേലന്റെ ചുറ്റും സംഘടിച്ചപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ മറ്റൊരാൾ ആ വേദിയുടെ മറുവശത്ത് നിലയുറപ്പിച്ചു നിന്ന് കഥകളി അരങ്ങിൽ കുചേലന്റെ മർദ്ദനമേൽ കേട്ടിവന്ന സാക്ഷാൽ കൃഷ്ണൻ. വിഷമനായി തീർന്ന ദ്വാരകാ പാലകൻ ആരണയാൾ. കളിയോഗം കുടുംബസ്ഥനായ കൃഷ്ണൻ തെക്കേപുരക്കിലെ ശങ്കുണ്ണി മേനോൻ. അയാളുടെ സ്ഥിതി പരമ ഈ രൂപത്തിൽ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് നാമം ഉച്ചരിച്ച് തന്റെ സതീർത്ഥനെ കാണാൻ ഭക്തി പാരവശ്യത്തോടെ കുചേലൻ എന്ന ശുദ്ധബ്രാഹ്മണൻ പുറപ്പെട്ട കഥയിലെങ്ങും കുചേലൻ കുഞ്ഞുനായിരുന്ന പത്തിശകലം കഥാപ്രസംഗരൂപേണ ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. കഥ കുചേലവൃത്തം. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരെ ധീരനായ ചിന്താമര കണ്ണുകൊണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇത് പഴയ കഥ. ഇതിന്റെ പാദം കഴുകി ചിലപ്പോഴും പുണ്യമെന്ന് കരുതിയ ഭഗവാൻ കൃഷ്ണൻ, ആശ്രിത വത്സലനായ കൃഷ്ണൻ എന്നാൽ ആ കൃഷ്ണൻ അണിയറിലേക്ക് പറഞ്ഞു. അരങ്ങത്തോ എന്നും എന്നാൽ കളി കഴിഞ്ഞാലോ കൊടുക്കില്ല. അതിശയിക്കേണ്ടതുള്ളൂ. യുക്തിബോധം നമ്മെ ഇങ്ങനെ ചിന്തിപ്പിക്കും. എന്നാൽ അമ്പലപ്പറമ്പിലെ കാണികൾ അവർക്ക് അംഗീകരിച്ചില്ല. പ്രത്യേകിച്ച് മാത്രമല്ല ആശ്രയസ്ഥരായിരുന്ന സന്യാസി വൃത്തങ്ങൾ, പുരോഹിതന്മാർ അവർക്കത് സഹിക്കാനായില്ല.
എത്തിയിട്ടുണ്ട് പലപ്പോഴും പണ്ടയാൾ യോജിച്ചിണങ്ങി രാജവേഷങ്ങളും. കാലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കഥകളി ഇറങ്ങി ദുശാസന വേഷം കെട്ടി കുഞ്ഞിത്താരെത്തി. അവിടെ കൗരവ സഭയിൽ പഞ്ചപാണ്ഡവരുടെ ധർമ്മഭക്തിയായ പാഞ്ചാലിയെ മുടുക്കുത്തിൽ പിടിച്ച് വലിച്ചിടിച്ച് സഭാമന്ദിരത്തിലേക്ക് തള്ളിയപ്പോൾ അവളുടെ മാനത്തടത്തുള്ള നിലവിളി വകവയ്ക്കാതെ ഉന്നവസ്ത്രം വലിച്ചിടിച്ച് ആർ തട്ടികസിക്കുകയും ഒരു നിമിഷം ആ കൈകൾ നിശ്ചലങ്ങളായി. അയാളുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകുന്നു. ഇല്ല, എനിക്കിതിനാവില്ല. ഈ ദുശാസന വേഷം എനിക്ക് ചേരില്ല. ആത്മാഭിമാനത്തിന് മുറിവേറ്റ പാഞ്ചാലി എന്റെ കൈ നീട്ടി അരുതേ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ ഉദ്വസ്ത്രം മുറിയാൻ ഈ കുഞ്ഞിനാക്ക് കഴിയില്ല. പെട്ടെന്നു വീട്ടിലെ താത്തയെ കേൾക്കാൻ പിന്നെ ചലിച്ചില്ല. കൈകൾ കെട്ടു നിന്നു കളിയരങ്ങിൽ ഞാൻ ആടിത്തിമിർക്കുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെ മുഖം, വിശപ്പിന്റെ വിളിയുമായി കഴിയുന്ന അവരുടെ ദയനീയമായ മുഖം അതെന്റെ മനസ്സിലേക്ക് ഓടിയെത്തും. പിന്നെ രാജകീയ വേഷങ്ങൾ ആടിത്തിമിർക്കുമെന്ന് എനിക്കാവില്ല. ഈ രാജകീയ വേഷങ്ങൾ സാധുവായ കുഞ്ഞിനർക്ക് ചേരില്ല. അയാൾ തകർന്ന് തറയിൽ വീണു. ആവുകില്ല നടന്ന് ഇല്ലനയിന്ന് ജീവിത സ്വർഗീയ സൗഖ്യങ്ങൾ കിട്ടുവാൻ. വീട്ടിൽ ഭാര്യയും 8 കുഞ്ഞുങ്ങളും. പട്ടിണിയാണ് അയാൾ സമ്പാദ്യം. കുചേല വൃത്താന്തമായി പൊരുത്തപ്പെടുത്തിയാൽ അയാളുടെ ജീവിതം വ്യത്യസ്തമായിരുന്നില്ല. ആത്മാവിന്റെ നോവുകൾക്കുള്ളിൽ കിനാവുകൾ കഴിയുന്നു. ജീവിതത്തിന്റെ മൺചുമരുകൾക്കിടയിൽ സ്വപ്നങ്ങൾ എരിയുന്നു. നാളെ തകർന്നു മൺചുമർത്തിന്റെ ഒരാടിപ്പടരും കെട്ടി കഴിഞ്ഞ ശോഷിച്ച മേയുമായി നിൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുമന്നീ ചൂട് കത്തി ജ്വലിക്കുന്ന നരകജ്വാലകൾ. അങ്ങനെയിരിക്കെയാണ് കുചേലവശം കെട്ടി ആറാനും അവസരം കുഞ്ഞിനാരെ തേടിയെത്തുന്നത്. അയാൾക്ക് ആത്മവിശ്വാസം തോന്നി. ഇനി അരപ്പകൾക്കുള്ളിൽ പുതിയൊരു ശക്തി അന്നടാനം ചെയ്തു. മറ്റാരും വിജയമറിയിക്കാൻ കഴിയാത്ത മാതിരി അയാൾ കുചേലനായി ജീവിച്ചു. കുചേലൻ ദരിദ്രബ്രാഹ്മണൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് തന്മ ഇത്
ഇതുവരെ ആരോടും മറുത്തൊന്നും പറയാത്ത, ആരോടും പ്രതികരിക്കാത്ത ആ സാധുവായ കുഞ്ഞൻ നായർ അന്നാദ്യമായി പൊട്ടിത്തെറിച്ചു. ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ആരും പറയാതെ തന്നെ ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ്. ഇനി ഒരിക്കലും ഒരിക്കലും ഈ വേഷം കേട്ട് ഞാൻ അരങ്ങത്ത് വരില്ല. കുചേലൻ കുഞ്ഞുനായരുടെ അവസാനത്തെ വേദിയാണിത്. കുചേലവൃത്തത്തിന്റെ ആട്ടക്കലാശം. എന്നും കണക്ക് തീർത്ത് ഉത്സവക്കാരുടെ കാശ് മേടിക്കുന്ന മേനോൻ ഇന്നേ വരെ കാശ് എനിക്ക് നൽകിയിട്ടില്ല. പുരാണത്തിലെ കുചേലൻ സൗഭാഗ്യങ്ങൾ ഓരോന്നായി കീഴടങ്ങിയപ്പോൾ യാഥാർത്ഥ്യങ്ങളിൽ ഈ കുചേലൻ ചെറ്റമാർത്തിൽ ജീവിതം തള്ളി നീക്കുകയാണ്. കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തും നേരം ഓടിയെടുക്കും കണ്ണുകൾ ആഴക്കരിക്ക കളി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ വിശന്ന് പൊരുന്ന വയറുമായി വാങ്ങാൻ പോലും കാശില്ലാതെ വെറും കൈയുമായി കയറിച്ചെല്ലാൻ വിധിക്കപ്പെട്ട ഞാൻ. ഭഗവാൻ കൃഷ്ണൻ കുചേലന്റെ മേൽ സ്നേഹായിഷ്ടങ്ങൾ ഓരോന്നായി ചേർന്നപ്പോൾ കളിയാടികളെ ഈ കൃഷ്ണൻ വൃന്ദാവനത്തിലെ പൂങ്കുഴലിനെ ഞാൻ അച്ചൊടുക്കുകയാണ്. ഞാൻ ചതിയനാണ്, വഞ്ചകനാണ്. അതുകൊണ്ട് അയാൾ തന്റെ കൂടത്തണ്ട് കൊണ്ട് മേനോന് കൊടുത്ത സമ്മാനം ചൂഷണം തൊഴിലാക്കി അധികാരവർഗത്തിന്റെ കരടുത്താണ് വച്ചത്. കലയെ വെച്ച് കാശാക്കുന്ന കച്ചവടക്കണ്ണുള്ള മുതലാളിമാർക്ക് കീഴിൽ ജീവിതം തള്ളി നീക്കാൻ പാടുപെടുന്ന അനശ്വര കലാകാരന്മാർക്ക് ഈ കഥ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.